പെൻഷന് ആനുപാതികമായ തുക PF-ൽ നിക്ഷേപിക്കാൻ തൊഴിലാളികൾക്ക് അനുമതി നൽകിയത് സുപ്രീം കോടതിയാണ്. 2022 നവംബർ മാസം 4-നായിരുന്നു ആ ഉത്തരവ്. അടിസ്ഥാന ശമ്പളം മാത്രം PF വിഹിതത്തിന് കണക്കാക്കിയിരുന്ന രീതിയാണ് അതോടെ തിരുത്തപ്പെട്ടത്. ലഭിക്കുന്ന മുഴുവൻ തുകയുടെയും വിഹിതം അടയ്ക്കുന്ന തൊഴിലാളിക്ക് ഉയർന്ന പെൻഷൻ നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് 1000 രൂപ വരെ മാത്രം പെൻഷൻ ലഭിച്ചിരുന്നവർക്ക് 6000 വരെ കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു. എന്നാൽ ഈ തീരുമാനത്തെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യാഖ്യാനിച്ച രീതിയാണ് വിവാദത്തിൽ വന്നിരിക്കുന്നത്. പുതിയ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് സുപ്രീം കോടതി വിധി എന്നാണ് ആദ്യ വ്യാഖ്യാനം. അതിനാൽ പുതിയ PF പെൻഷൻ നിലവിൽ വന്ന 2014 സെപ്റ്റംബർ മാസം 1 മുതൽ മാത്രമാണ് പുതിയ പെൻഷനും കണക്കാക്കേണ്ടത് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പഴയ കാലത്തെ സർവീസിനനുസരിച്ച് അന്നത്തെ പെൻഷനും കണക്കാക്കാനാണ് നിർദ്ദേശം. ജീവിത ചെലവിനനുസരിച്ചാണ് ശമ്പള പരിഷ്കരണം വരുന്നത്. ആ നേട്ടങ്ങളൊന്നുമില്ലാതെ പഴയ കാലത്തെ പെൻഷനിലേക്ക് കുനിഞ്ഞിറങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് ജീവനക്കാർ. PF പെൻഷൻ വിഷയത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടലുണ്ടായത് കേരളത്തിൽ നിന്നാണ്. കേരള ഹൈക്കോടതിയാണ് നിർണായക വിധി പോലും പുറപ്പെടുവിച്ചത്. ആ വിധി കൂടിയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടത്. കാറും വീടും വാങ്ങാനുള്ള തുകയൊന്നും പെൻഷൻ എത്ര ഉയർത്തിയാലും കിട്ടാൻ പോകുന്നില്ല. വയസ്സുകാലത്ത് മുട്ടില്ലാതെ ഭക്ഷണവും മരുന്നും കഴിക്കാനുള്ള തുക മാത്രമാണ് ഉയർന്ന പെൻഷൻ നിരക്കിൽ പോലുമുള്ളത്.